മുഖ്യമന്ത്രി. ഒരു കസേര 3 പേരുകൾ പട നയിച്ച നായകൻ VD സതീശൻ. തലയെടുപ്പുള്ള രമേശ് ചെന്നിത്തല അതാ ഇപ്പോൾ നാട്ടിലേക്ക്, പറവൂരിലേക്ക്, എറണാകുളത്തേക്ക് മടങ്ങിയെത്തുകയാണ് VD സതീശൻ. VD സതീശന് വലിയ സ്വീകരണമാണ് എറണാകുളത്ത് ലഭിക്കുന്നത്. വിജയിച്ച VD സതീശൻ, വിജയിച്ച നായകൻ സ്വന്തം മണ്ഡലമായ പറവൂരിലേക്ക് എത്തുകയാണ്. പറവൂരിലേക്ക് എത്തിയിട്ടില്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇത് എറണാകുളം റെയിൽവേ സ്റ്റേഷന്റെ, സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത്. എറണാകുളം റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നോക്കൂ. എത്രത്തോളം ആവേശത്തിലാണ്, എത്രത്തോളം ആഹ്ലാദത്തിലാണ്, എത്രത്തോളം അർമാദിക്കുകയാണ് പ്രവർത്തകർ, പാർട്ടി പ്രവർത്തകർ VD സതീശനെ. ശ്യാം പ്രസാദ് ഉത്തമൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്യാം, VD സതീശനെ നിലത്ത് നിർത്തുന്നില്ല, ആ രീതിയിൽ എടുത്ത് കൊണ്ടുപോവുകയാണ് കോൺഗ്രസ് ഓഫീസിലേക്ക്. വലിയ ജനക്കൂട്ടം, വലിയ രീതിയിൽ പാർട്ടി പ്രവർത്തകർ ആഘോഷിക്കാൻ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ VD സതീശൻ ആരംഭിക്കുകയാണോ എന്ന് പറയുന്ന രീതിയിൽ തന്നെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ കാത്തിരിപ്പിന് വിരാമിട്ടുകൊണ്ട് UDF അധികാരം പിടിച്ചെടുത്തപ്പോൾ തന്റെ സ്വന്തം നാട്ടിലേക്ക് VD സതീശൻ എത്തിയപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ആവേശകരമായ സ്വീകരണമാണ് KSU പ്രവർത്തകരുടെ, കോൺഗ്രസ് പ്രവർത്തകർ, ഒരുപാട് പേർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. നിരവധിയായിട്ടുള്ള പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. ആ പ്രവർത്തകർക്ക് മുന്നിൽ കൈവീശി കാണിച്ച് അദ്ദേഹം പാർട്ടി DCC ഓഫീസിലേക്കാണ് മടങ്ങുക. അവിടെയാണ് ചെറിയ രീതിയിൽ ഒരു ആഘോഷ ചടങ്ങ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ജനനായകന് സ്വീകരണം നൽകാൻ ഒരു വലിയൊരു രാവിൽ തന്നെ ഇവിടെ എത്തിയെന്ന് വേണമെങ്കിൽ പറയാം. കോൺഗ്രസുകാരുണ്ട്, KSU പ്രവർത്തകരുണ്ടെങ്കിൽ നൂറുകണക്കിന് പേർ. UDFന്റെ തിളക്കമാർന്ന ഈ വിജയത്തിന്റെ പിന്നിൽ VD സതീശൻ എന്ന തന്ത്രശാലിയായ നേതാവിന്റെ കയ്യൊപ്പുണ്ട്. ആ കയ്യൊപ്പിന് അണികൾ നൽകുന്ന ഏറ്റവും വലിയ ഉജ്ജ്വലമായ ഒരു സ്വീകരണമാണ് നമുക്ക് ഈ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നൂറുകണക്കിനായ പ്രവർത്തകർ. സ്വന്തം മണ്ഡലമായ പറവൂരിലേക്ക് എത്തുകയാണ്. നോക്കൂ, ആ ദൃശ്യങ്ങൾ നോക്കൂ. എത്രത്തോളം ജനങ്ങൾ, എത്രത്തോളം കോൺഗ്രസുകാർ, എത്രത്തോളം പാർട്ടി പ്രവർത്തകർ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സ്വന്തം കാറിലേക്ക് ഒന്ന് കയറാൻ എത്ര പാടുപെട്ടു VD സതീശൻ. ജനങ്ങളുടെ സ്നേഹം, ജനങ്ങളുടെ ആവേശം, ജനങ്ങളുടെ ഊർജം ഏറ്റുവാങ്ങി മണ്ഡലത്തിലേക്ക് മടങ്ങുകയാണ്. 10 വർഷം പ്രതിപക്ഷത്തിരുന്ന ഒരു പാർട്ടിയെ നയിച്ച നേതാവ് സ്വന്തം തട്ടകത്തിലേക്ക്, സ്വന്തം മണ്ഡലത്തിലേക്ക് മടങ്ങിയെത്തുകയാണ്. ഇത് മണ്ഡലത്തിലേക്ക് എത്തിയിട്ടില്ല എന്നോർക്കണം. ഇത് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇതപ്പോൾ മണ്ഡലത്തിലെത്തിയാൽ എന്തായിരിക്കും സ്ഥിതി? ജനങ്ങളുടെ ജനമനസ്സിൽ ഇടം പിടിച്ച നേതാവ്, ഈ 10 വർഷം പാർട്ടി പ്രതിപക്ഷത്തിരുന്ന സമയത്ത് പാർട്ടിക്ക് കരുത്താകി ടീം UDFനെ നയിച്ച, ടീം UDFനെ രൂപീകരിച്ച നേതാവ്, ജനനായകൻ എന്ന് പറഞ്ഞത് ആ പാർട്ടി പ്രവർത്തകർ. റെയിൽവേ സ്റ്റേഷനിൽ നോക്കൂ, ഒന്നല്ല 1000 പ്രവർത്തകർ, 1000 അണികൾ VD സതീശന്. ആ വന്ദേ ഭാരതിൽ നിന്ന് നിലം തൊട്ടിട്ടില്ല VD സതീശൻ. പ്രവർത്തകർ എടുത്തു പൊക്കുകയാണ്. ആ രീതിയിലുള്ള ആഘോഷമാണ് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ കാണാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി സതീശൻ എന്ന് പറഞ്ഞുള്ള മുദ്രാവാക്യങ്ങൾ മാത്രമേ മുഴങ്ങി കേൾക്കാനുള്ളൂ. മുഖ്യമന്ത്രി ആരോ എന്ന് ഇനി തീരുമാനിക്കേണ്ടതുണ്ട്. പക്ഷേ കൊച്ചിക്കാർ VD സതീശനാണ് മുഖ്യമന്ത്രി എന്ന് തീരുമാനിച്ചു. കൊച്ചിയിലെ കോൺഗ്രസുകാർ എന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് വേണം ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകാൻ. VD സതീശന് വലിയ സ്വീകരണമാണിത്. KSUവിന്റെ കൊടിയുണ്ട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൊടിയുണ്ട്. എല്ലാവരും അവിടേക്ക് റെയിൽവേ സ്റ്റേഷന് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് എറണാകുളം DCC ഓഫീസിലേക്കാണ്. അവിടെ ചെറിയ ആഘോഷമുണ്ട്. അത് കഴിഞ്ഞ് മണ്ഡലത്തിലേക്ക്, പറവൂരിലേക്ക് പോവുകയാണ്. പറവൂരിൽ ഇത് കഴിഞ്ഞ 25 വർഷം MLA ആയിരുന്നു. പറവൂരിൽ നിന്ന് കഴിഞ്ഞ 25 വർഷം അവിടെ MLA മാത്രമായിരുന്നു, ഒരു ജനപ്രതിനിധി മാത്രമായിരുന്നു. ആ ജനപ്രതിനിധി പറവൂരിൽ നിന്നൊരു മുഖ്യമന്ത്രി ഉണ്ടാകുമോ എന്നുള്ളത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. ഇത് റെയിൽവേ സ്റ്റേഷന് മുന്നിലുള്ള കാഴ്ചകൾ. വിജയിച്ച VD സതീശൻ കൊച്ചിയിലേക്ക് എത്തുന്നു. റെയിൽവേ സ്റ്റേഷന് മുന്നിൽ വലിയ രീതിയിലുള്ള പ്രവർത്തകർ തടിച്ചുകൂടുന്നു. VD സതീശന് സ്വീകരണം നൽകുന്നു. VD സതീശ മുഖ്യമന്ത്രി എന്നുള്ള മുദ്രാവാക്യം മാത്രമേ നമുക്ക് കേൾക്കാൻ കഴിയുന്നുള്ളൂ. അതിനിടയിലൂടെ, ഈ പ്രവർത്തകർക്കിടയിലൂടെ DCC ഓഫീസിലേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. കാറിന് പോകാൻ പറ്റുന്നില്ല. ആ രീതിയിൽ വൻ ജനാവലിയാണ് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് മുന്നിലുള്ളത്.
സതീശന്റെ വിജയമാണിതെന്നതിൽ ഒരു സംശയവുമില്ലതും പല എക്സിറ്റ് പോളുകൾ കേരളം കണ്ടു. ഒരു എക്സിറ്റ് പോൾ മാത്രമാണ് UDF 90 എന്നൊരു നമ്പർ പറഞ്ഞത്. അതും പരമാവധി 90 ഒരൊറ്റ എക്സിറ്റ് പോൾ. പക്ഷേ VD സതീശൻ എന്ന ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റ് ഇനി മുതൽ അങ്ങനെ പറയണം. VD സതീശൻ എന്ന ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റ് 3 പ്രവചനങ്ങളാണ് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടത്തിയത്. ഒന്ന്, UDF 100+, അത് നടന്നു, അത് സാധ്യമായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ 1960 ശേഷം ഏറ്റവും കൂടുതൽ MLA-മാരുടെ പാർട്ടിയായി കോൺഗ്രസ് മാറുന്നു. അത് മാത്രമല്ല, രണ്ടാമത്തെ പ്രവചനം, ഒരു ഡസൻ മന്ത്രിമാർ പരാജയപ്പെടും എന്നുള്ള പ്രവചനം. നോക്കൂ, 1 ഡസൻ + 1 13 മന്ത്രിമാരും LDF കൺവീനറും വീട്ടിലിരുന്നു. ആ പ്രവചനവും സത്യമായി, യാഥാർത്ഥ്യമായി. മൂന്നാമത്തെ പ്രവചനം, 5 ജില്ലകൾ ഞങ്ങൾ ഇങ്ങെടുക്കുമെന്ന്. 5 ജില്ലകളിൽ ഇടതുപക്ഷം സംപൂജ്യരാണ്. അങ്ങനെ 3 പ്രവചനങ്ങൾ നടത്തി. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റ് ആരാണ് എന്ന് ചോദിച്ചാൽ, പ്രവചന സിംഹം ആരാണെന്ന് ചോദിച്ചാൽ അത് VD സതീശൻ തന്നെയാണ്. ഇപ്പോൾ VD സതീശൻ മടങ്ങിയെത്തുകയാണ് നാട്ടിലേക്ക്, മണ്ഡലത്തിലേക്ക്, സ്വന്തം മണ്ണിലേക്ക്, പറവൂരിലേക്ക് മടങ്ങിയെത്തുകയാണ്. റെയിൽവേ സ്റ്റേഷന് പുറത്തുനിന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. VD സതീശ മുഖ്യമന്ത്രി എന്ന മുദ്രാവാക്യം മാത്രമാണ് മുഴങ്ങിക്കേൾക്കുന്നത്. പൂച്ചെണ്ടുകൾ നൽകുന്നു. നമുക്കിപ്പം അവിടെ നിന്ന് ഈ എറണാകുളം സൗത്ത് സ്റ്റേഷന് മുന്നിൽ ഉണ്ട്. ശ്യാം, DCC ഓഫീസിലേക്ക് പോകാനുണ്ട്, പക്ഷെ പോകാൻ കഴിയുന്നില്ല, അത്രയും വലിയ ആൾക്കൂട്ടം. നൂറുകണക്കിന്, ആയിരക്കണക്കിന് വരുന്ന പ്രവർത്തകർ ഇവിടെ എത്തി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നു. എന്തായാലും വലിയൊരു വിജയം സമ്മാനിച്ച ശില്പി എന്ന് തന്നെയാണ് അവർ പങ്കുവയ്ക്കുന്നത്. അങ്ങനെയാണ് VD സതീശന് വലിയൊരു ആത്മാധാരമായി ബന്ധപ്പെട്ട പ്രവർത്തകർ കൊണ്ടുപോകുന്നത്. എന്തായാലും ഇവിടെ നിന്ന് വാഹനത്തിലാണ് അദ്ദേഹം പോകുന്നത്. ആദ്യഘട്ടത്തിൽ നടന്നു പോകണം എന്നൊക്കെ തീരുമാനിച്ചിരുന്നെങ്കിലും ഏറെ ദൂരമുണ്ടതുകൊണ്ട് അദ്ദേഹത്തിന് വാഹനത്തിൽ കയറ്റി എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് സ്വന്തം മണ്ഡലമായ പറവൂരിലേക്ക്, സ്വന്തം തട്ടകമായ കൊച്ചിയിലേക്ക് VD സതീശൻ എത്തുകയാണ്. ഇനി അറിയേണ്ടത് ഇവിടെ നിന്നുള്ള മടക്കം, ഇനി അടുത്ത യാത്ര അത് ഡൽഹിയിലേക്കാണ്. ആ ഡൽഹിയിലേക്ക് പോകുമ്പോൾ, അത് തിരിച്ചു വരുമ്പോൾ, മണ്ഡലത്തിലേക്ക്, സ്വന്തം മണ്ണിലേക്ക് തിരിച്ചു വരുമ്പോൾ മുഖ്യമന്ത്രിയായിട്ടായിരിക്കുമോ VD സതീശൻ മടങ്ങി വരിക എന്നുള്ളത് മാത്രമാണ്. നടന്നു പോകാനായിരുന്നു അത്രേ തീരുമാനം ഇവിടെ നിന്ന് DCC ഓഫീസിലേക്ക്. സാധ്യമായ കാര്യമല്ല ഈ ജനാവലിയിൽ ഇറങ്ങി നടക്കുക എന്നുള്ളത്. ആ രീതിയിലുള്ള ആൾക്കൂട്ടം, ആ രീതിയിൽ അവിടെ പ്രവർത്തകർ തടിച്ചുകൂടിയിട്ടുണ്ട്. എറണാകുളം സൗത്ത് സ്റ്റേഷനിലെ സ്വീകരണ കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിജയിച്ച VDSനെ വൻ വരവേൽപ്പാണ് സ്വന്തം മണ്ണായ കൊച്ചി നൽകുന്നത്. ചെറിയ